സ്കൂൾ തുറന്നിട്ട് ആഴ്ചകളായിട്ടും പല സ്കൂളിലും കോട്ടയം ജില്ലയിൽ ക്ലാസ് പ്രോപ്പറായിട്ട് ഇറങ്ങി ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതാണ് ഒരു പ്രതിസന്ധി. പല സ്കൂളുകൾ സർക്കാർ സ്കൂളുകളിലാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിയുള്ള അവർ പലരും ടി സി വാങ്ങി പോകുന്നു. ഇതിൽ എന്ത് തരത്തിലുള്ളൊരു ഇടപെടലാണ് ഉണ്ടാവേണ്ടത്? എന്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ കാരണം? മാത്രമല്ല 200 സാധ്യമായ ദിവസങ്ങൾ വേണമെന്നുള്ളതാണ് നിയമം. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നു അരമണിക്കൂർ കൂടുതൽ അഡീഷണലായിട്ട് പഠിപ്പിക്കണം എന്ന് പറയുന്നു. നമ്മൾ പറയുന്ന ഈ പഠിപ്പിക്കാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള സമയമെങ്കിലും അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകണ്ടേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. കാരണം സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പായി കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ കുട്ടികൾ ടി സി മേടിച്ച് മറ്റ് സ്ഥലത്തേക്ക് പോകാൻ രക്ഷകർത്താക്കൾ മുന്നിട്ട് വരികയാണ്. ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അത് ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഒരു ക്രമീകരണം ഉണ്ടാക്കണം. അതിന് പറ്റത്തക്ക വിധത്തിലുള്ള ഷെൽട്ടർ കണ്ടെത്തണം. എന്നിട്ട് അവർക്കെല്ലാം സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ അത് ചെയ്യാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് അറ്റൻഡൻസിനെ ബാധിക്കുന്നതാണ് കുട്ടികളുടെ പ്രശ്നം. അതേസമയം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പോകുന്നതാണ് നാട്ടിലെ ഈ ക്യാമ്പിലെത്തുന്ന ആളുകളുടെ പ്രശ്നം. ഇതിനെ രണ്ടിനെയും കൂടി പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് വരണം. അടിയന്തരമായ നടപടി എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഈസി ആയിട്ട് ചെയ്യാം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവർക്കൊരു ക്രമീകരണം ഉണ്ടാക്കണം. അതിന് വേണ്ടത് അത് ജില്ലാ അഡ്മിനിസ്ട്രേഷൻ അതിലുള്ള തുകയുണ്ടല്ലോ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടുണ്ടല്ലോ. ആ ഫണ്ടിൻ്റെ ജില്ലയിലെ ഓപ്പറേറ്റർ ജില്ലാ അഡ്മിനിസ്ട്രേഷനാണ്. അപ്പോൾ അവർക്കിത് കണ്ടെത്താൻ പറ്റും. ഇമ്മീഡിയറ്റായിട്ട് അത് കണ്ടെത്തി കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കുകയും എന്നാൽ ക്യാമ്പിൽ താമസിക്കേണ്ട ആളുകൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യണം. അത് യഥാർത്ഥത്തിൽ ഇത്ര ഡിലേ ആയത് തന്നെ ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് മാറി നിൽക്കുന്നവരെയൊക്കെ കൂട്ടിച്ചേർക്കുമെന്നൊക്കെയാണ് പറയുന്നത്. കോട്ടയത്ത് അങ്ങനെ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ വരുമോ മുന്നണിയുടെ ഭാഗമായിട്ട്? അങ്ങനെയല്ല. അതിപ്പോൾ ഇടതുമുന്നണിക്കകത്ത് ഒരു തകർച്ച അവരെ നേരിടുന്നു എന്ന് ചിന്തയുള്ള ഒത്തിരി പേരുണ്ട്. ഇടതുമുന്നണി ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നതല്ല, ആ കപ്പലിൽ വിള്ളൽ വീണു എന്ന് ചിന്തിക്കുന്ന ഒട്ടനവധി ജനങ്ങളുണ്ട്, ഒട്ടനവധി നേതാക്കന്മാരുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. ആ ചിന്തയുള്ള ആരെങ്കിലും അവരുടെ ഘടകകക്ഷികളായിട്ടുണ്ടോ എന്നുള്ളത് അവരും കൂടി പരസ്യമായിട്ട് പറയണം. അത് പറഞ്ഞെങ്കിൽ മാത്രമല്ലേ കാര്യത്തിലുള്ള കലക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് മുങ്ങുന്ന കപ്പലാണ്. അതിനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അക്കരെ പറ്റുന്ന പ്രശ്നമേയില്ല. ആ രൂപത്തിൽ അത് വളരെ 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 വിള്ളൽ വീണ് ജനങ്ങളുടെ മുമ്പിൽ എത്താൻ പറ്റാത്ത രൂപത്തിലുണ്ടായി. നിലപാട് UDF-നകത്ത് ചർച്ച ചെയ്തു. UDF ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം പ്രതിപക്ഷ നേതാവ് പരസ്യമായിട്ട് പറഞ്ഞു. അതിനുശേഷം എന്ത് പുതിയ സംഭവവികാസം ഉണ്ടായിട്ടുള്ളത്? ഇനി അൻവറിൻ്റെ പക്ഷം നോക്കിയാൽ അൻവറിൻ്റെ പക്ഷം എന്താ? ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് UDF സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മത്സരിച്ചു. ആ മത്സരിച്ചതാണ് ഒരു സ്റ്റാറ്റസ് എന്ന് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. നമ്മളിപ്പോൾ ഒരു മേജർ ഗെയിമിൽ നിൽക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഈ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ പ്രവർത്തനം, അതിനെതിരായിട്ട് ജനശക്തി ആളിക്കത്തുകയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരുണ്ടായത്. നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോറ്റല്ലോ. ഒരിടത്ത് മാത്രം, ചേലക്കര മാത്രം പഴയതിനേക്കാൾ അവർക്ക് വോട്ടിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെയും എണ്ണം കുറഞ്ഞുപോയി. അങ്ങനെ ആ നിലയിൽ നിൽക്കുന്ന ഒരു മുന്നണി യഥാർത്ഥത്തിൽ മുങ്ങുന്ന മുന്നണിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ? അതുകൊണ്ട് ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുക. LDF അല്ലെങ്കിൽ UDF എന്ന പൊളിറ്റിക്സാണ് എന്നല്ലേ എല്ലാവരും പറയുന്നത്. LDF-ൻ്റെ 2 ഊഴം കഴിഞ്ഞില്ലേ? ഇനി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു കാലഘട്ടം, സുവർണ കാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആ പോകുന്ന കാലം ഒരിക്കലും ഗ്ലാനി ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള സമീപനം ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. സാധ്യതകളുടെ പ്രശ്നമല്ലല്ലോ ഇവിടെ ഒരു മുന്നണിയുടെ തീരുമാനമാണ്. മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളുമായി ആലോചിച്ച് എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം പ്രതിപക്ഷ നേതാവ് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. ഭയപ്പെടുമ്പോഴും ശശി തരൂർ അടക്കമുള്ളവരുടെ നിലപാട്
അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല മുന്നണിയിൽ. ശശി തരൂരിൻ്റെ ഈ പോക്ക് ശരിയാണോ? അതിൽ എന്തെങ്കിലും ഒരു കടിഞ്ഞാൻസി അച്ചടക്ക സമിതിയുടെ ഭാഗത്തുനിന്ന് KPCC സ്വീകരിക്കും? അല്ല, നമ്മൾ ഇതിനകത്തുനിന്ന് വിഷയം വേറൊന്നിലോട്ട് ഡൈവേർട്ട് ചെയ്യേണ്ട. ശശി തരൂരിൻ്റെ വിഷയം വേറെയാണ്. ശശി തരൂരിൻ്റെ വിഷയം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അത് കേരള സംസ്ഥാനത്തെ ഇഷ്യൂ സംബന്ധിച്ചല്ല ശശി തരൂർ പറഞ്ഞിട്ടുള്ളതും ശശി തരൂർ ഇപ്പോൾ പറയുന്നതും. അപ്പോൾ അതൊന്നും ഞങ്ങൾ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമല്ല. കേരളത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അത് പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ആ നേതൃത്വം ഇതിനെക്കുറിച്ച് വളരെ കൂലങ്കഷമായി ആലോചിച്ച് തീരുമാനമെടുക്കാൻ പ്രാപ്തമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. UDF-നകത്ത് പുതിയ രീതിയിലൊക്കെ, അതായത് ഇലക്ഷൻ സമയത്ത് വന്നിരുന്നു, അങ്ങനെ അൻവറിനെ മാറ്റി നിർത്തുന്നതിൽ പ്രതിപക്ഷ നേതാവാണ് ഇതിനകത്ത് ചുക്കാൻ പിടിച്ചെന്നുള്ളത്. ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിന് എല്ലാ നേതാക്കന്മാരും പിന്തുണയും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണോ? അല്ലല്ലല്ലല്ല, പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നിലപാടല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. അവിടെ മുന്നണി ഡിസ്കസ് ചെയ്ത് ഫൈനൽ തീരുമാനമെടുത്തു. പ്രതിപക്ഷ നേതാവ് അത് പരസ്യമായി പറഞ്ഞു, മുന്നണിയുടെ നിലപാടായി വിശദീകരിച്ചു. അത്രയുള്ള അതിലെന്തിനാ പ്രതിപക്ഷ നേതാവിനെ ഒറ്റപ്പെടുത്തുന്നത്? പ്രതിപക്ഷ നേതാവ് മുന്നണി എടുത്ത തീരുമാനം പരസ്യമായി പറയാൻ ബാധ്യസ്ഥനല്ലേ? അദ്ദേഹം അത് പറഞ്ഞു. ആ നിലപാടിനോട് ജനങ്ങൾ യോജിച്ചു. ആ നിലപാടിൽ ഐക്യ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷം നേടി. അതിനുശേഷം എന്ത് പുതിയ സംഭവമാണ് ഉണ്ടായത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ നിന്നാൽ രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ജനങ്ങളുമുണ്ട്, നേതൃത്വമുണ്ട്. അതാരൊക്കെയാണെന്നുള്ളത് കാലം കൊണ്ട് തെളിയേണ്ടതാണ്. വെയിറ്റ് ആൻഡ് സീ. ഓക്കെ.